നവമി, എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ 3 ക്യാമ്പുകളും ഒരുപോലെ പ്രതീക്ഷ പുലർത്തുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത്. സാധാരണ നിലയിൽ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ ആ നേതാവിനും ആ നേതാവിൻ്റെ അനുഭാവികൾക്കുമൊക്കെ ഒരു പരിധിവരെയെങ്കിലും ആർക്കൊപ്പമാണ് ഹൈക്കമാൻഡ്, ആരിലേക്കാണ് പേരെത്തിയിട്ടുള്ളത് എന്നത് എല്ലാം അറിയാൻ സാധിക്കുമായിരുന്നു. ഇത്തവണ 3 പക്ഷവും ഒരുപോലെ പ്രതീക്ഷയിലും അതേസമയം ആശങ്കയിലുമാണ്. അതിപ്പോൾ കെ.സി. വേണുഗോപാൽ പക്ഷമാകട്ടെ, രമേശ് ചെന്നിത്തല പക്ഷമാകട്ടെ, വി.ഡി. സതീശൻ പക്ഷമാകട്ടെ, ഇന്ന് വൈകിട്ടോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും കൃത്യമായി ഞങ്ങളുടെ നേതാവാണ് മുഖ്യമന്ത്രിയാകുന്നത് എന്ന് പ്രവർത്തകർക്കോ അടുത്ത അനുഭാവികൾക്കോ അനുയായികൾക്കോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രാവിലെ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുള്ളത്. ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്യും. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ വി.ഡി. സതീശൻ അനുഭാവികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹത്തിന് പിന്തുണയുമായി, അതായത് പ്രഖ്യാപനമുണ്ടായാൽ ഏത് നിമിഷവും ആഹ്ലാദ പ്രകടനവും ഒക്കെ നടത്താൻ തയ്യാറായിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോഴെന്തായിരുന്നു അവിടുത്തെ സാഹചര്യം? ഈ വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നതിന് മുമ്പ് അഭിലാഷ്, എന്തായാലും പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ തിരികെ എത്തുമ്പോൾ മുഖ്യമന്ത്രിയായി വരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രവർത്തകർ. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും വി.ഡി. സതീശനെ യാത്രയാക്കുമ്പോൾ പ്രവർത്തകരെല്ലാം ഒന്നടങ്കം അതേ ആത്മവിശ്വാസത്തിലും അതേ പ്രതികരണവുമാണ്, ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. CM വി.ഡി. അല്ലാതെ മറ്റാരാണ്? കാരണം ജനങ്ങളുടെ വികാരം അത്രമാത്രമുണ്ട്. ഹൈക്കമാൻഡ് ജനങ്ങളുടെ അവർ നടത്തുന്ന പ്രകടനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അത് മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത്. അത് പാർട്ടിയിലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടെയാണ് പറയുന്നത്. പാർട്ടി പ്രവർത്തകരാണ് ഇന്ന് രാവിലെ ന്യൂസ് 18നോടൊക്കെ പ്രതികരിക്കുകയും ചെയ്തത്. അതിനൊക്കപ്പുറത്തേക്ക് വി.ഡി. സതീശൻ 7:15 വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ കുടുംബമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവർത്തകർക്ക് ഒരല്പം ആത്മവിശ്വാസം കൂടുന്നത്, അല്ലെങ്കിൽ ഒരല്പം സന്തോഷം ഇരട്ടിയാകുന്നത്. അദ്ദേഹം കുടുംബത്തോടൊപ്പം അങ്ങനെ കൂടുതലായിട്ടുള്ള പൊതുപരിപാടികളോ രാഷ്ട്രീയ പരിപാടികളിലൊന്നും പോകാത്തൊരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ കുടുംബത്തെ കൂട്ടിയെങ്കിൽ അത് മുഖ്യമന്ത്രിയായി വരാൻ തന്നെയാണ്. മുഖ്യമന്ത്രിയായി തിരുവനന്തപുരത്തേക്ക് ഇന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിടാൻ തന്നെയാണ് അവരെ ഒപ്പം കൂട്ടിയതെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം DCCയിലാണ്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആദ്യം 1 മണിയോടുകൂടി അറിയുമെന്ന് പറഞ്ഞു. പിന്നീട് വൈകുന്ന ഒരു സാഹചര്യമായതിനാൽ പതുക്കെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അവരുമൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. വി.ഡി. തന്നെയാണ് മുഖ്യമന്ത്രിയാകുക എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങളാണ് അവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ ഇപ്പോൾ MLA ആണ്. അദ്ദേഹവും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുമ്പോൾ ആഘോഷിക്കേണ്ട എല്ലാ പരിപാടികളും എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തകരെ ഏർപ്പെടുത്തിയിട്ടാണ് അദ്ദേഹവും തിരുവനന്തപുരത്തേക്ക് പോയത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് വി.ഡി. സതീശന്റെ വീട്ടിലെ ഒരു പ്രവർത്തകരുടെ ഒരു ഒഴുക്ക്. അവരെല്ലാവരും ഒന്നടങ്കം പ്രതികരിക്കുന്നത് വി.ഡി. തന്നെയാകും മുഖ്യമന്ത്രി, മറിച്ചാണെങ്കിൽ വലിയ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നവർ പറയുന്നുണ്ട്. അത് പ്രവർത്തകരെന്ന് മാത്രം നമുക്ക് ഒതുക്കേണ്ടി വരില്ല. സ്ത്രീകളായിട്ടുള്ളവരായിക്കോട്ടെ, കുട്ടികളായിട്ടുള്ളവരെ നമ്മൾ ന്യൂസ് 18നോട് ഒരു കുട്ടി പ്രതികരിച്ചത് വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം, എൻ്റെ കൂട്ടുകാർക്കും അഭിപ്രായം അത് തന്നെയാണെന്നാണ്. അങ്ങനെ വി.ഡി. സതീശന് വേണ്ടി വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷെ അദ്ദേഹം പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറായില്ല. ഇന്ന് രാവിലെയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പരസ്യ പ്രതികരണങ്ങളൊന്നും തന്നെ നൽകിയില്ല. പ്രവർത്തകരോട് യാത്ര പറഞ്ഞുകൊണ്ട് ചിരിച്ച മുഖത്തോടുകൂടി അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിനോടായി ചേർന്ന് നിൽക്കുന്നവർ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, കൂടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ ചെറിയൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയാണ്, എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറാം, അഭിപ്രായം മാറാം. പക്ഷേ ഇതുവരെയും ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്, അവിടേക്ക് എത്തട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ അറിയാം എന്നാണ് അവർ പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി ലഡു ഒക്കെ ആയിട്ട് വന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടു. പക്ഷേ അവരൊക്കെ ഇന്നലെ ഒരു നിരാശയാണെങ്കിൽ പോലും ഇന്ന് വാർത്തകൾ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ അവർ പറയുന്നത് പല മാറ്റങ്ങളും ഉണ്ടായി ഹൈക്കമാൻഡിൽ. അത് വി.ഡി. സതീശന് അനുകൂലമായ തീരുമാനങ്ങളാണെന്നാണ് പ്രവർത്തകർ പറയുന്നത്. മറിച്ചാണെങ്കിൽ ഉറപ്പായും അഭിലാഷ് വലിയൊരു പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് അവർ ഇന്നലെ പറയുകയും ചെയ്തു. അവരുടെ ആ ഒരു രോഷപ്രകടനം നടത്തുകയും ചെയ്തു. ഇന്ന് രാവിലെയും ഒക്കെ അവർ പ്രതികരിക്കുമ്പോൾ പറയുന്നത്
ഇത്രയേറെ വൈകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പ്രത്യേകിച്ച് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമ്പോൾ 100-ലധികം സീറ്റോടുകൂടി ജയിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. അതുപോലെ സാധിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്? ഇപ്പോൾ 11ാമത്തെ ദിവസമായി. എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്? അത് പ്രവർത്തകർക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, വിഷമമുണ്ടാക്കി. ഈ ഒരു വിജയത്തെ പോലും കൃത്യമായി അവർക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല എന്നുകൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്നാലും വി.ഡി. സതീശൻ ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. വി.ഡി. സതീശനുമായി അടുത്ത് നിൽക്കുന്നവരും ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് ആ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ അത് വി.ഡി. സതീശനാകുമെന്നാണ് അവർ പറയുന്നതും. അഭിലാഷ്. യെസ്, തീർച്ചയായും വി.ഡി. സതീശൻ ക്യാമ്പ് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.